ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ അഥവാ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഓണപരീക്ഷയ്ക്ക് എത്തിയില്ലേ? പാഠങ്ങളൊക്കെ പഠിച്ചായിരുന്നോ? പഠിച്ചു അല്ലേ? നമുക്ക് പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡാണ്. കൂട്ടുകാരുടെ പേര്, സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാനായിട്ട് ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ കൃത്യമായി കൂട്ടുകാരെ എഴുതണം കേട്ടോ. തൊട്ട് താഴെയായിട്ട് എത്ര ആക്ടിവിറ്റീസാണ് കൂട്ടുകാർക്കുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. 6 ആക്ടിവിറ്റീസാണ് കൂട്ടുകാർക്കുള്ളത്. ആദ്യത്തേത് റീഡിംഗ് കോംപ്രഹെൻഷൻ, രണ്ടാമത്തേത് കോൺവെർസേഷൻ, 3 ഡിസ്ക്രിപ്ഷൻ, 4 ആഡ് മോർ ലൈൻസ്, 5 വേർഡ് വെബ്, 6 റീഡ് ആൻഡ് ഡ്രോ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ കേട്ടോ. എന്തൊക്കെയാണ് വായിച്ചു നോക്കാം. റീഡ് ഓൾ ക്വസ്റ്റ്യൻസ് ബിഫോർ യു റൈറ്റ്. എഴുതുന്നതിന് മുന്നേ എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. യു ഹാവ് 50 മിനിറ്റ്സ് ഫോർ റീഡിങ് ദി ക്വസ്റ്റ്യൻസ്. കൂട്ടുകാർക്ക് 15 മിനിറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം വായിക്കാനുള്ള ടൈമാണ്. ആ സമയത്ത് ഉത്തരമൊന്നും എഴുതണ്ട, ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ആക്ടിവിറ്റി ഫസ്റ്റ് ഈസ് കമ്പൽസറി. ഒന്നാമത്തെ ചോദ്യം കമ്പൽസറി ആയിട്ട് എഴുതാനുള്ളതാണ്, അത് വിട്ട് കളയരുത് കേട്ടോ. നെക്സ്റ്റ്, അറ്റൻഡ് എനി 4 ആക്ടിവിറ്റീസ് ഫ്രം 2 to 6. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഇതെല്ലാം നന്നായി പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ്, റീഡിംഗ് കോംപ്രഹെൻഷൻ. എന്താണ് റീഡിംഗ് കോംപ്രഹെൻഷൻ? ഒരു പാരഗ്രാഫോ ഒരു സ്റ്റോറിയോ ഒരു പോയമോ കൂട്ടുകാർക്ക് തന്നിരിക്കും. അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളും ഉണ്ടാകും. ഇവിടെ തന്നിട്ടുള്ളത് ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി വായിച്ചതിന് ശേഷം താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. റീഡ് ദി സ്റ്റോറി ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബിലോ. വായിക്കാം. റിങ്കു gently picked the baby bird. Where is its nest? Where is the mother bird? He listened carefully. Finally, he located the tree. Ringu put the bird in his pocket. He climbed on the top of the tree. He felt the branches and leaves with his hands to find the nest. At last, he found the nest. Ringu took the bird out of his pocket. He carefully placed in this nest. The baby bird chirped happily. The mother bird looked at the boy thankfully. But he couldn't see the bird. He was blind. ഈ കഥ കൂട്ടുകാർക്ക് അറിയാമല്ലേ? നമ്മൾ പാഠം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് പിക്ക് ദ ബേബി ബേർഡ് ജെന്റ്ലി. പതുക്കെ ആ കുഞ്ഞു പക്ഷിയെ എടുത്തത് ആരാണ്? ആരാ? റിങ്കു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ റിങ്കു പുട്ട് ദ ബേബി ബേർഡ് വൈൽ ക്ലൈംബിംഗ് ദ ട്രീ. മരത്തിലേക്ക് വലിഞ്ഞു കയറുമ്പോൾ റിങ്കു ആ കുഞ്ഞു പക്ഷിയെ എവിടെയാണ് വെച്ചിരുന്നത്? എവിടെയാണ് ഇട്ടിരുന്നത്? എവിടെയാണ്? അതെ, പുട്ട് ഇൻ ഹിസ് പോക്കറ്റ്. അവൻ്റെ പോക്കറ്റിലാണ് അവൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഹൗസ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ വീടിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? നെസ്റ്റ്. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൂ താങ്ക്ഡ് റിങ്കു. റിങ്കുവിനോട് ആരാണ് നന്ദി പറഞ്ഞത്? ആരാണ് കൂട്ടുകാരെ? അതെ, ദ മദർ ബേർഡ്. അമ്മക്കിളിയാണ് റിങ്കുവിനോട് താങ്ക് യു പറഞ്ഞത്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ബ്ലൈൻഡ്. ആരാണ് അന്ധൻ? ആരാണ്? യെസ്, റിങ്കു ആണ് ബ്ലൈൻഡ്.
അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൂട്ടുകാർക്കുണ്ടാവും. ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ തെറ്റാതെ കൂട്ടുകാരത് നോക്കി തന്നെ ആൻസർ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി സെക്കൻഡ്, കോൺവെർസേഷൻ. Sasha told Annie teacher about Kapita. Write the conversation between Sasha and Annie teacher. സഷ അനു ടീച്ചറിനോട് കവിതയെക്കുറിച്ച് പറഞ്ഞു. സഷയും അനു ടീച്ചറും തമ്മിൽ നടന്ന സംഭാഷണം എഴുതിക്കോളൂ. എഴുതാം. സഷ: ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സഷ: ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ടീച്ചറെ, ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കുട്ടിയെ കണ്ടു. ടീച്ചർ: ഹൂ ഈസ് ദാറ്റ് ഗേൾ? വാട്ട് ഈസ് ദ ഗേൾസ് നെയിം? ആരാണ് ആ കുട്ടി? അവളുടെ പേരെന്താണ്? ടീച്ചർ ചോദിച്ചു. സഷ: ഹർ നെയിം ഈസ് കവിത. ഷീ ഈസ് എ പുവർ ചൈൽഡ്. അവളുടെ പേര് കവിത എന്നാണ്. അവളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. സഷ പറഞ്ഞു. ടീച്ചർ: ഓക്കെ, വാട്ട് ഷുഡ് ഐ ഡു ഫോർ ഹർ? ശരി, ഞാൻ എന്താണ് അവൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ടീച്ചർ ചോദിച്ചു. സഷ: ടീച്ചർ, ഷി വാണ്ട്സ് ടു സ്റ്റഡി ഇൻ അവർ സ്കൂൾ. ടീച്ചർ, അവൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ടീച്ചർ: ഓക്കെ, ഡോണ്ട് വറി, വിൽ ഇൻഫോം ടു ഹെഡ് മാസ്റ്റർ. ഓക്കെ, നീ ടെൻഷൻ അടിക്കണ്ട, പേടിക്കണ്ട, നമുക്ക് ഹെഡ് മാസ്റ്ററോട് പറയാം കേട്ടോ. സഷ: താങ്ക് യു ടീച്ചർ. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ കോൺവെർസേഷൻ എഴുതാനും കൂട്ടുകാരോട് ചോദിക്കാം. അപ്പോൾ കോൺവെർസേഷൻ എഴുതാനും കൂട്ടുകാർ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി തേർഡ്, ഡിസ്ക്രിപ്ഷൻ. നമുക്ക് വിവരണം എഴുതാമോ? ലുക്ക് അറ്റ് ദിസ് പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. ചിത്രം നോക്കിയേ കൂട്ടുകാരെ. ചിത്രത്തിൽ എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? ഒരു പെൺകുട്ടി, പിന്നെ ഒത്തിരി പ്രാവുകൾ. ആ പെൺകുട്ടി പ്രാവുകൾക്ക് എന്ത് കൊടുക്കുന്നു? ആഹാരം കൊടുക്കുന്നു അല്ലേ? ഇതിനെ നമുക്ക് വിവരിച്ചെഴുതാമോ? ഓക്കെ, വിവരിക്കാം. എഴുതിക്കോളൂ. എ ഗേൾ ആൻഡ് സെവറൽ പീച്ചൻസ് ക്യാൻ ബി സീൻ ഇൻ ദിസ് പിക്ചർ. ഈ ചിത്രത്തിൽ ഒരു പെൺകുട്ടിയെയും ഒത്തിരി പ്രാവുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വി ക്യാൻ സീ ദ ഗേൾ ഇൻ ദി പിക്ചർ ഫീഡിങ് ദി പീച്ചൻസ്. ഈ ചിത്രത്തിൽ ഈ പെൺകുട്ടി പ്രാവുകൾക്ക് ആഹാരം കൊടുക്കുകയാണല്ലേ. വി ക്യാൻ ലേൺ എ ഗ്രേറ്റ് ലെസൺ അബൌട്ട് ലവിങ് ഫെലോസ് ബിഗിൻ ഫ്രം ദിസ് ഓൺ പിക്ചർ. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് വലിയൊരു ഗുണപാഠം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ്? സഹജീവികളെ സ്നേഹിക്കുക അല്ലേ. അടുത്ത് നോക്കി, ആക്ടിവിറ്റി 4, ആഡ് മോർ ലൈൻസ്. ഉറപ്പായിട്ടും കൂട്ടുകാരുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആഡ് മോർ ലൈൻസ്. റീഡ് ദി പോയം, ദെൻ ആഡ് മോർ ലൈൻസ് യൂസിങ് ദ ക്ലൂസ് ഗിവൻ ഇൻ ദി ബോക്സസ്. ഈ ബോക്സിൽ തന്നിരിക്കുന്ന വാക്കുകൾ കണ്ടില്ലേ കൂട്ടുകാരെ? ഈ ക്ലൂകൾ ഉപയോഗിച്ച് ഇവിടെ തന്നിരിക്കുന്ന പോയം കംപ്ലീറ്റ് ചെയ്യാനാണ്, അഥവാ കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദി ഗാർഡൻ. നെക്സ്റ്റ്, മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദി വുഡ്സ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദി സ്കൈ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദി ഗാർഡൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിങ് ഓൺ ദി റിവർ. ഇതുപോലെ കൂട്ടുകാരോട് ആഡ് മോർ ലൈൻസ് എഴുതാനായിട്ട് ചോദിക്കാം. ഇതുപോലെ ചിലപ്പോൾ ക്ലൂസ് തന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കൂട്ടുകാർ മോർ ലൈൻസ് ആഡ് ചെയ്ത് എഴുതാനും പഠിച്ചേക്കണേ. ആക്ടിവിറ്റി 5, വേർഡ് വെബ്. കവിത ആൻഡ് സഷ റീച്ച്ഡ് ദ സ്കൂൾ. ദേ സോ സോ മെനി തിങ്സ് ഇൻ ദി ക്ലാസ് റൂം. കവിതയും സഷയും സ്കൂളിലെത്തി. അവർ ക്ലാസ് റൂമിൽ ഒത്തിരി കാര്യങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഒത്തിരി സാധനങ്ങൾ കണ്ടു. ഫൈൻഡ് ഔട്ട് ദി നെയിംസ് ഫ്രം ദി ഗിവൻ ബോക്സ് ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ് വെബ്. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, ഈ ബോക്സിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ബോർഡിനകത്ത് ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരുപാട് സാധനങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ, ബ്ലാക്ക് ബോർഡ്, ബുക്ക്, മിറർ, മൊബൈൽ, സോപ്പ്, ടെലിവിഷൻ, പെൻസിൽ, ബെഞ്ച്, ഫ്ലവർ, കാർ, പെൻ. അപ്പം ഇങ്ങനെ ഇത്രയും തിങ്സുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നത്? നോക്കിയേ, ഇവിടെ വേർഡ് വെബ് കൊടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ ഓരോ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിൻ്റെ താഴെ അതെന്താണെന്ന് എഴുതിയാലോ? ഇവിടെ ഒന്ന് കൂട്ടുകാർക്ക് തന്നിട്ടുണ്ട്, പെൻസിൽ. അടുത്ത് ഫസ്റ്റ് കാണുന്നത് എന്താ? യെസ്, ബ്ലാക്ക് ബോർഡ്. എഴുതിക്കോളൂ. BLACKBOARD, ബ്ലാക്ക് ബോർഡ്. നെക്സ്റ്റ് എന്താ? ടേബിൾ.
TABLE ടേബിൾ. നെക്സ്റ്റ് പെൻസിലാണ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കിയേ എന്താ? ബെഞ്ച്, BENCH ബെഞ്ച്. നെക്സ്റ്റ് പെൻ, PEN പെൻ. നെക്സ്റ്റ് ബുക്ക്, BOOK ബുക്ക്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിലുള്ള തിങ്സിൻ്റെ പേരുകളാണ് നമ്മളിവിടെ എടുത്തെഴുതിയത്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യം ചോദിച്ചാലും കൂട്ടുകാർ ആൻസർ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, റീഡ് ആൻഡ് ഡ്രോ. ലുക്ക് അറ്റ് ദ പിക്ചർ. ടുഡേ കവിതാസ് ബർത്ത്ഡേ. നോക്കിയ കൂട്ടുകാർ ഈ ചിത്രത്തിലേക്കൊന്ന്. ഇന്ന് കവിതയുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്. റീഡ് ദി സെൻറ്റൻസ് ആൻഡ് ഡ്രോ ദി പിക്ചർ. ഈ വാക്യങ്ങൾ വായിക്കൂ, എന്നിട്ട് ചിത്രം വരച്ചോളൂ. വരയ്ക്കാം. ഫസ്റ്റ് എന്താ? ഫസ്റ്റ് സെൻറ്റൻസിൽ ഡ്രോ എ കേക്ക് ഇൻ ദി ടേബിൾ. ഒരു കേക്ക് ഈ ടേബിളിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വരയ്ക്കാം, വരച്ചോളൂ. ഹായ്, നല്ല ഭംഗിയുള്ള കേക്കാണല്ലേ കൂട്ടുകാരെ. നെക്സ്റ്റ് രണ്ടാമത്തെ സെൻറ്റൻസ് എന്താ? ഡ്രോ എ ബർത്ത്ഡേ ക്യാപ്പ് ഓൺ ഹർ ഹെഡ്. അവളുടെ തലയിൽ, കവിതയുടെ തലയിൽ ഒരു ബർത്ത്ഡേ ക്യാപ്പ് വെച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വച്ചോളൂ. മൂന്നാമത്തെ സെൻറ്റൻസ് വായിച്ചോളൂ കൂട്ടുകാരെ. ഡ്രോ സം ഗിഫ്റ്റ് ബോക്സ് ഫ്രണ്ട് ഓഫ് ദി ടേബിൾ. ടേബിളിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഗിഫ്റ്റ് ബോക്സുകൾ, അതായത് കവിതയ്ക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ നമുക്ക് വരച്ചു കൊടുക്കാം. വരയ്ക്കാം, വരച്ചോളൂ. നെക്സ്റ്റ് ഡ്രോ സം കാൻഡിൽ ഇൻ ദി ടേബിൾ. കുറച്ച് മെഴുകുതിരികൾ നമുക്ക് ഈ ടേബിളിലൊന്ന് അലങ്കാരത്തിനായിട്ട് വയ്ക്കാം. വരച്ചോളൂ. ഹായ്, നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് ഡ്രോ സം ബലൂൺസ് നിയർ ടു ഹെർ. അവളുടെ തൊട്ടടുത്തായിട്ട് കുറച്ച് ബലൂണുകളും വരയ്ക്കാം. വരച്ചോളൂ കൂട്ടുകാരെ. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് കറക്റ്റായിട്ട് വരച്ച് അതിന് നിറവും കൊടുത്തിട്ടുണ്ടല്ലേ കൂട്ടുകാരെ? അതെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? ആഡ് മോർ ലൈൻസ്, ഡിസ്ക്രിപ്ഷൻ, വേർഡ് വെബ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, റീഡ് ആൻഡ് ഡ്രോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴയ പുസ്തകത്തിൻ്റെയാണ്. അപ്പോൾ ഇത് പുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കൂട്ടുകാർ പഴയതും പുതിയതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്